അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുഷ്റ ആ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമകളാണ്. ആ വീടിൻ്റെ എല്ലാം സന്തോഷവും ആ വീടിൻ്റെ എല്ലാമായിരുന്നു. കാരണം ഒറ്റ മകളാണല്ലോ. വളരെ സന്തോഷത്തിലാണ് ആ കുടുംബം ജീവിച്ചത്. മകളുടെ വിവാഹം പ്രായം എത്തിയപ്പോൾ വീട്ടുകാർ, കുടുംബക്കാർ, നാട്ടുകാരെല്ലാം വിളിച്ച് വലിയ ഒരു വിവാഹം ചടങ്ങ് ഒരുക്കാൻ വേണ്ടിയാണ് ആ കുടുംബത്തിൻ്റെ തീരുമാനം. അതിനുവേണ്ടി നല്ലൊരു ഇണയെ നോക്കി വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ ആ കുടുംബം ഒരുങ്ങി അതിനുവേണ്ടിയുള്ള എല്ലാം തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മകളുടെ സന്തോഷമായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ആ വിവാഹത്തിൻ്റെ തലേ ദിവസം, വിവാഹത്തിൻ്റെ അന്ന് രാത്രി പെട്ടെന്നാണ് മകളെ കാണാനില്ല. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. പെട്ടെന്നാണ് ആ മകളെ ആ കുടുംബത്തിന് വലിയ സങ്കടമായി. പലയിടങ്ങളിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ അവസാനം ഒരു ഹൈന്ദവ സഹോദരൻ, ഹൈന്ദവ ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ഈ പെൺകുട്ടിയെ പിടികിട്ടുന്നത്. അങ്ങനെ പ്രശ്നങ്ങളും പലതുമായി, അങ്ങനെ കേസും പലതും. ആ സമയത്ത് അവസാനം അവരുടെ തീരുമാനം ഒറ്റ തീരുമാനമാണ്: സന്തോഷമായാലും സങ്കടമായാലും ഞാൻ ഇവനെ കൂടെ മാത്രം ജീവിക്കുമെന്നാണ്. ആ കുടുംബത്തിന് ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. കാരണം ആ മകളെക്കുറിച്ച് ആ കുടുംബം പറയുന്നത് ദീനിയായ മകളാണ്, നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നു. ഇതെല്ലാം മാതാപിതാക്കളെ മുമ്പിൽ ഒരു നാടകം കളിച്ചതാണ് ഈ മകളെന്ന് അവർക്കറിഞ്ഞില്ല. മകൾ എല്ലാ വിഷയത്തിലും ദീനിയായ ഏത് കാര്യത്തിലും മുൻപന്തിയിലാണ്. ആ കുടുംബം ഇതൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. അവസാന മകളുടെ ഈ തീരുമാനം കണ്ടപ്പോൾ ആ മകളോട് പറഞ്ഞു, നീ പരിശുദ്ധമായ ദീനെയാണ് മോളെ വലിച്ചെറിഞ്ഞു പോകുന്നത്. മാതാപിതാക്കളെ മാത്രമല്ല, നമുക്ക് മരിക്കേണ്ട, ഖബറിൽ കിടക്കണ്ടേ, ഇതൊക്കെ ശരിയാണ് മോളെ, ഒന്നും കൂടി ചിന്തിക്കില്ല, എനിക്കിവന് മാത്രം വേണം. അവസാനം നിർവാഹമില്ലാതെ പോവേണ്ടി വന്നു. മാതാപിതാക്കളും കുടുംബക്കാരും എല്ലാം ഒരു സന്തോഷ വീട് അത് ഒരു മരണ വീടായി മാറി. കല്യാണത്തിന് വേണ്ടി എല്ലാവരും വന്ന് അവരെ മുമ്പിൽ ഈ മാതാപിതാക്കളെ നാണം കെട്ട് വാപ്പ തലകരങ്ങി വീഴുന്നു. അപ്പയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഉമ്മ വല്ലാണ്ട് ദുഃഖിതയായി നിൽക്കുകയാണ്. വിവാഹ സദ്യക്ക് വന്നവർക്ക് എന്താ ചെയ്യാം, എന്താ മറുപടി കൊടുക്കാം, എന്ത് പറയണമെന്നറിയില്ല. ആ കുടുംബത്തിന് അത് വലിയ പ്രയാസമുണ്ടാക്കി. അവസാനം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് ഈ സ്നേഹിച്ച ഈ ചെറുപ്പക്കാരൻ, ഹിന്ദു ചെറുപ്പക്കാരൻ്റെ യഥാർത്ഥ സ്വഭാവവും ഗുണവും ഈ പെൺകുട്ടി അറിയുന്നത്. മയക്കുമരുന്നിൻ്റെയും പലതിൻ്റെയും അടിമയായിരുന്നു എന്ന് ആ പെൺകുട്ടി അറിഞ്ഞില്ല. അങ്ങനെ ഏതായാലും പിടിച്ചു നിൽക്കലല്ലാതെ വേറൊരു പരിഹാരമില്ലല്ലോ. ഞാൻ എന്ത് പ്രശ്നം വന്നാൽ നിങ്ങളോട് സങ്കടം പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പെൺകുട്ടി പോകുന്നത്. ആ പെൺകുട്ടി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ ഒരു കുട്ടിയായി, ആ കുട്ടിയെ നോക്കേണ്ട ചുമതല ഈ പെൺകുട്ടിക്ക് വന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നു. ജോലിയിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെയായി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഭർത്താവ് ഇവളുടെ കഴുത്ത് ഒരു ബ്ലേഡ് എന്തോ കൊണ്ട് മുറിക്കുന്നത്. അങ്ങനെ ആ പെൺകുട്ടി വേദന കൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. ഓടി ഒരു അയൽവാസിൻ്റെ വീട്ടിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ബാക്കിൽ പോയി ഇയാൾ ഇവളെ മർദ്ദിച്ച് അവസാനം ഇവളെ രക്ഷപ്പെട്ടു. അവസാനം കേസും പ്രശ്നമായി അവൻ ജയിലിൽ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു. വലിയ പ്രയാസത്തിലാണ് പിന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം. അങ്ങനെ ഇവനിപ്പോൾ പുറത്ത് വന്നിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ടും ശല്യവുമാണ്. ആരുണ്ട് ഇവൾക്ക് പറയാൻ? കുടുംബക്കാരെല്ലാം കൈയൊഴിഞ്ഞു. കാരണം വീട്ടുകാർ അങ്ങനെ ഒരു മകളില്ലാന്ന് തീരുമാനിച്ചു. ആ കുടുംബത്തിനെല്ലാം നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ ഏക സ്വത്തായിരുന്നു ഈ പൊന്നുമകൾ. ആ കുടുംബത്തിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ആ ദുരന്തം ഇപ്പോൾ അനുഭവിക്കുമ്പോൾ പറയാൻ ആരുണ്ട്? കുടുംബത്തോട് പറയാൻ കുടുംബം അവൾ അംഗീകരിക്കുന്നില്ല. ഇത് തന്നെയാണ് പല പെൺകുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ചെറിയ സ്നേഹം പ്രകടനവുമായി വരുന്നവർ തീർച്ചയായും
ഒരിക്കലും ഒരു നല്ല ആളുകൾ അത്തരത്തിലുള്ള സ്നേഹപ്രകടനമായി ഒരിക്കലും വരില്ല. അത്തരക്കാർ വരുന്നവർ തീർച്ചയായും അവർ ചിലപ്പോൾ നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടായിരിക്കാം. നിന്റെ മുഖത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ അവർ നിന്നെ വെറുക്കപ്പെടും. എൻ്റെ മക്കളുടെ കാരണം അവനിക്കൊരു കുടുംബം വേണം, ഒരു ഭാര്യ വേണം, ഭാര്യയുടെ ഒരു കുടുംബം വേണം, ഒരു നല്ല നിലക്കൊരു വിവാഹം കഴിക്കണം, സുഹൃത്തുക്കളെ വിളിച്ചൊരു നല്ല കല്യാണം, അതൊരു മോഹം ഓരോ ചെറുപ്പക്കാരുണ്ടാകുന്നു. അതിനൊരു വിലങ്ങത്തടിയായിട്ടാണ് നീ നിൽക്കുന്നത്. അപ്പം നിന്നെ കൊന്നുകളയല്ലാതെ വേറെ ഒരു പരിഹാരം അവന് കണ്ടെത്തുന്നില്ല. പിന്നെ നിന്നോട് എന്തും ചെയ്യാൻ അവനിക്ക് ധൈര്യം ഉണ്ടാകും. കാരണം എന്താ അറിയോ, നിന്നെ ചോദിക്കാൻ ആരില്ലല്ലോ, നിന്റെ മാതാപിതാക്കളില്ല, നിന്നെ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാൻ ആരില്ല. അതുകൊണ്ട് അവനിക്ക് ധൈര്യം കൂടുതലാണ്. ഒരു കുടുംബമോ അതോടുകൂടിയാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നിനക്കെതിരെ സംസാരിക്കാൻ, നിന്റെ കൂടെ നിൽക്കാൻ, നിന്നെ കൂടെ ചേർക്കാൻ നിന്റെ കുടുംബം നിന്റെ രംഗത്തേക്ക് വരും, നിന്റെ കൂടെ വരും. അതല്ലാതെ നീ ഇത്തരത്തിലുള്ള വിവാഹമാണെങ്കിൽ നീ ഒറ്റപ്പെടേണ്ടി വരും എല്ലാ ഇടങ്ങളിലും. ആ ഒറ്റപ്പെടേണ്ട ദുഃഖം മനസ്സിലാക്കുന്നത് നിനക്കൊരു ഉമ്മ ഉള്ളതുപോലെ നീയും ഒരു ഉമ്മയാകേണ്ടത്. നീയും ഒരു ഉമ്മയാകുമ്പോഴാണ് അതിൻ്റെ ദുഃഖവും പ്രയാസവും. നീ ഇരിക്കുന്ന ഇതേപോലെയാണ് എന്നും ആഫിയത്തോടു കൂടി, ആരോഗ്യത്തോടു കൂടി, യൗവനയോടു കൂടി നിലനിൽക്കുമല്ല. ആ ഒരു ചിന്താഗതിയാണ്. ചെറിയ ഒരു നിമിഷം ആരോ എവിടോ കണ്ടവൻ തീർച്ചയായും വിശ്വസിച്ചു കൊണ്ട് പോകുന്നവർ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചവർ തന്നെയാണുള്ളത്. ഈ ദുരന്തങ്ങൾ തീർച്ചയായും ഇവർ എത്ര കണ്ട് സന്തോഷിച്ചാലും ആ മാതാപിതാക്കളുടെ കണ്ണീർ അവർക്ക് തട്ടാതിരിക്കില്ല. മാതാപിതാക്കളുടെ കണ്ണീരുണ്ടല്ലോ, ആ ഒരു ശാപമുണ്ടല്ലോ, ആ പെൺകുട്ടി എവിടെ നിൽക്കുന്നുണ്ടോ അവിടെ എല്ലാം ആ ശാപങ്ങളുണ്ടാവും. ആ മാതാപിതാക്കളെ നീ എത്ര കണ്ട് വേദനിച്ചു, അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഓരോ മാതാപിതാക്കളും മക്കളെ മനസ്സിലാക്കണം. ഒരു ചെറിയ സുഖത്തിന് ആഗ്രഹിച്ചുകൊണ്ട് നാം ചെയ്യുന്ന വേണ്ടാവൃത്തികൾ അതിന് പകരമായി എല്ലാത്തിനും ഓരോന്നിനും കണക്ക് പറഞ്ഞ് ദുനിയാവിൽ അനുഭവിച്ച് തന്നെ മാതാപിതാക്കളെ മനസ്സിനെ വേദനിപ്പിക്കുന്നവൻ പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അതിൻ്റെ ദുഃഖങ്ങൾ അനുഭവിച്ച് തന്നെ അവൻ മരിക്കുകയുള്ളൂ. ഈ പെൺകുട്ടിയുടെ തുടക്കമാണിത്. ഒരിക്കലും ഈ പെൺകുട്ടിയല്ല, അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുടെ കഥകൾ പറയാനുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് വലിയ വിപത്താണ്. ഈമാനും നഷ്ടപ്പെട്ടു, ഒരു കുടുംബജീവിതം നഷ്ടപ്പെട്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ട്, എല്ലാവരും നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ട് ഇപ്പം ജീവിക്കുന്നതിന് വേണ്ടി ആ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല ബോധവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പെൺമക്കളെ കാത്തു രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.